ഹലോ ഗൈസ്, ഇന്ന് ആനി കോളേജ് വിട്ട് ആനി വന്ന ഉടനെ കിടന്നുറങ്ങി. ആള് നല്ല ടയേർഡാണെന്ന് തോന്നുന്നു. ഉറങ്ങുന്ന ആളെ എന്തായാലും നമുക്ക് വിളിച്ച് എഴുന്നേപ്പിക്കാൻ പറ്റത്തില്ല. അത് തെറ്റല്ലേ വാവേ? അനിച്ച് ഉറങ്ങുമ്പോൾ എഴുന്നേപ്പിക്കുന്നത്. കൊച്ചു രാവിലെ 6:30 എഴുന്നേറ്റ് 7:30 കോളേജിൽ പോകും. എന്നിട്ട് എത്ര 5:30 വരും. ചിലപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യും, അടുത്ത ദിവസം കിടന്ന് ഉറങ്ങും. ഇതാണ് ആനിയുടെ ഡെയിലി റൂട്ടീൻ. പാവാനി വീഡിയോ എടുക്കാൻ വിളിക്കാൻ വേണ്ടി ചെറിയ സങ്കടമുണ്ട്. പക്ഷേ ആ സങ്കടം വെച്ച് നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, ആനിച്ചക്ക് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ആനിച്ചക്ക് ഒരു പ്രാങ്ക് കൊടുത്താലോ? പ്രാങ്ക് എന്തോ പ്രാങ്ക് കൊടുക്കും? ആനിച്ചു ഉറങ്ങുമ്പോ ആനിച്ചക്ക് ഒരു മീശ വരുന്ന എല്ലാ വീഡിയോ കാണും കേട്ടോ. പണ്ട് ആനി കഷ്ടങ്ങൾ പറ്റി മീശ വരച്ചു കൊടുത്തില്ല, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരു കെട്ടിയിട്ടിട്ട്. ആ ശരി 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 അപ്പൊ നമുക്ക് ആനിക്ക് പ്രാങ്ക് കൊടുത്താലാ? അപ്പൊ ആനി ഉറങ്ങി കിടക്കണം. നമ്മൾ ആനിന് എന്ത് ചെയ്യാൻ പോകുന്നതാവേ? ആനിച്ച് ഫേസിൽ ഫുള്ള് നമ്മളിങ്ങനെ പെയിന്റ് വരയ്ക്കാൻ പോകുന്നു. എന്നിട്ട് നമ്മൾ ആനിച്ചിന്റെ റിയാക്ഷൻ നോക്കാം. ഓക്കെ, നമ്മൾ പക്ഷേ പെയിന്റ് വരയ്ക്കുമ്പോൾ ആനി കണ്ടുപിടിക്കും നമ്മൾ പെയിന്റ് വരയ്ക്കുന്നില്ല. എല്ലാവരും ഉറക്കത്തിൽ പെയിന്റ് അടിക്കുമ്പോൾ ഓഫ് കണ്ടുപിടിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം വാവനെ വിട്ട് ആനിയുടെ ചെറുതായിട്ട് ശല്യപ്പെടുത്തും. അപ്പൊ ആനി വിചാരിക്കും ഓ വാവയില്ലേ, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തായിരിക്കും. നമ്മൾ ആദ്യം കുറേ നേരം അങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെയിന്റ് ചെയ്യാം. ഓക്കെ റെഡി? എന്ത് ചെയ്യും പോയിട്ട്? ഇല്ല, അങ്ങനെ ഫേസ് ആനിച്ചിന്റെ ഫേസിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കുക. അപ്പൊ ആനിച്ചിന്റെ അടുത്ത് പോയി കിടക്കണം ആദ്യം ഷീറ്റിനകത്ത്. അതിൽ ഇങ്ങനെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ഫേസ് ഇങ്ങനെ ഇങ്ങനെ വെക്കണം, മനസ്സിലായോ? അപ്പൊ ആനി ചേച്ചി പറയും നീ ശല്യപ്പെടുത്തില്ല. അപ്പൊ വാവ പറയണോ എനിക്ക് ആനി ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ വെക്കണേ. ശല്യം തന്നെ എപ്പോഴും പെടുത്താം. ക്യാമറ ഉണ്ടോ അവിടെ? ക്യാമറ ഒളിപ്പിച്ച് വെക്കാം. ഓക്കെ, ഇതിൻ്റെ എന്താണ്? ആ ഷീറ്റിനെ മാറ്റിയിട്ട് ഷീറ്റിനെ ഫുള്ളായിട്ട് മുഖത്തുനിന്ന് മാറ്റിയിട്ട് ആൻസിസിനെ കെട്ടിപ്പിടിച്ച് കിടക്ക്. ആൻസിച്ച് ഷീറ്റിനെ ഇറുക്കി ബലം പിടിച്ച് വെച്ചിരുന്നാൽ ഷീറ്റിനെ മാറ്റിയിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കാൻ. ആൻസിസിനെ കെട്ടിപ്പിടിച്ച് കിടക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫേസിൽ ശല്യപ്പെടുത്തും. അതെ, ആൻസിസിനെ മുഖത്തുനിന്ന് ഷീറ്റ് മാറ്റണം. ഓക്കെ,
നമ്മൾ ആനിയുടെ റൂമിൽ നിന്ന് അങ്ങനെ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. ഇതിന്റെ പേരൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇത് മസ്കാര, ഇത് കണ്ണിലിടുന്നതും ഇതും കണ്ണിലിടുന്നതും, ഇത് ഐലൈനറും, ഇത് ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, ഐലൈനർ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ. ഇത് നമുക്ക് ആദ്യം ഭാഗം വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാൻ അയ്യോ അത് ഈ സൈഡാണ്. നിങ്ങൾ പോടാ. കളർ കാണുന്നുണ്ടോ? ആ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് വരയ്ക്കാൻ ഇതൊക്കെ ഇത് ഫിക്സ്ഡ്. നമ്മൾ വരച്ചു നോക്കാം ഗൈസ്. ഇതിൽ ഏതാണ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ആനി അറിയത്തില്ലല്ലോ വരയ്ക്കുന്നത്. ഏതൊക്കെയാണോ സ്മൂത്ത് നമ്മൾ അതൊക്കെ എടുക്കാം. ഈ കയ്യിൽ വരച്ചു നോക്കാം. ഇത് കുഴപ്പമില്ല, ഇച്ചിരി സ്മൂത്ത് ആണ്. പക്ഷെ ഇങ്ങനെ വരയ്ക്കല്, ഇങ്ങനെ വരയ്ക്കണം. ആ ഇതും കൊള്ളാം, ഇതും കൊള്ളാം. ഇത് രണ്ട് ഫിക്സ്ഡ്. ബാക്കിയെല്ലാം ഒരുപോലെയൊക്കെ തന്നെ. അപ്പൊ ഇത് കാന്ത് നേട്ടാ. അപ്പൊ ഇതിട്ട് കണ്ടുപിടിക്കും. ഇല്ല ഇത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. കണ്ടുപിടിക്കരുത്, കുറച്ച് കയ്യിൽ കണ്ടുപിടിക്കാം. റിയാക്ഷൻ കിട്ടും. ഓക്കെ ഞാൻ കൈ ഇട്ടിട്ട് കൊടുക്കാതെ അവസാനം അറിയാമല്ലോ ഉണ്ടോ സ്കിന്നിനെ പറ്റി. ഇത് വർക്കൗട്ട് ആവുമെന്നോ നമുക്ക് അറിയത്തില്ല. പക്ഷെ വർക്കൗട്ട് ആവുന്നവരെ നമ്മൾ ഫുൾ എഫേർട്ട് എടുക്കും. ആനി മാക്സിമം എഴുന്നേക്കാൻ നമ്മളിത് ഫുള്ള് വരച്ച് തീർന്നായിരിക്കും. നമുക്ക് എന്നിട്ട് വീട്ടുകാരെല്ലാവരും കാണിച്ചു കൊടുക്കാം. എനിക്ക് ഉറപ്പുണ്ട് ആവയുടെ പ്ലാൻ ആണ് ഫുള്ളും. ഒരു കാര്യം പറയട്ടാ, ആൻ ചേച്ചി എണീറ്റിട്ട് മുഖം കഴുകും. അത് കുഴപ്പമില്ല. സൗണ്ട് ഒന്നും ചിരിച്ചു പടന്നുണ്ട്. ഒരു സൈഡ് കിടക്കാം. അപ്പൊ പകുതി പൂച്ച വരച്ചു കൊടുക്കാം. പെട്ടെന്ന് റെഡിയാവാ പോവാവേ. ഇതറിയാമോ, മൂക്കി ഒരു ഉണ്ടോടെ വരയ്ക്കാനില്ല, അത് കിട്ടിയില്ല ടൈമിങ്. പാവയുടെ ഐഡിയാണ്. പാവയുടെ ഐഡിയാണ്. പോകുന്നില്ല അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോ പോയില്ല.
അയ്യനറാ പക്ഷെ വിചാരിച്ച അത്ര ഒന്നും വന്നില്ല അല്ലേ? ആ ഞാൻ 3 ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് പിങ്ക് കളർ ഇങ്ങനെയൊക്കെ വരച്ച് ഇവിടേക്ക് വരച്ചു കൊടുക്കാൻ കിട്ടിയില്ല. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ എഴുന്നേക്കത്തില്ല. കിടക്കുമ്പോ ഈ പയ്യൻ വന്ന് കിടക്കും. ഞാൻ അങ്ങനെയെന്ന് വിചാരിച്ച് ഞാൻ ചാർജ് എടുക്കാൻ ഇവ വരച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത്. സത്യം പറയട്ടാ, ഇതെല്ലാം അഭിചാറിന്റെ പ്ലാനാണ്. ആനേച്ചിന്റെ പൈസ തൊട്ട് ആനേച്ചിന്റെ പൈസ തൊട്ട് സത്യം പറഞ്ഞ നീ അടിച്ചു സത്യം പറഞ്ഞ നീ അടിച്ചു നീ അടിച്ചു ഇതിന്റെ ഇതിന്റെ പണി ഇതാരെ ബെഡ് നമ്മൾ ടീമാണ്. ഗൈസ് ഇതിന്റെ പണി ഇവിടെ കഴിഞ്ഞേക്കുവാണ്. ഇനി ഒരു പണിയില്ല കേട്ടോ. നീ റിവെഞ്ച് എടുത്തായി കേട്ടോ. ഒരു 3 മണിക്കൂർ ഉറങ്ങി. നീ വീഡിയോ എടുക്കാൻ വരാത്തവരാണ് ഞാൻ ഇതിനെ ഇങ്ങനെ ചെയ്തത്, അറിയാമോ? കോളേജിൽ നിന്ന് വന്നിട്ട് കിടന്ന് ഉറങ്ങിയതാണ്. ഗൈസ് പണിയെല്ലാം ഇവിടെ കഴിഞ്ഞ് ഇനി പണിയൊന്നുമില്ല കേട്ടാ. ഞാൻ ഇവിടെ കരിയെല്ലാം ഇങ്ങനെ വരച്ചതിന് എനിക്ക് ഇവിടെ ഫുള്ള് പൗഡർ ഇട്ട് തന്നിട്ടുണ്ട്. ചലഞ്ച് ഇവിടെ കഴിയുവാണ്. നിങ്ങൾ ആരും കമന്റ് ഇടല്ലേ അഭിൻ ചേട്ടന് പണി കൊടുക്കണം അങ്ങനെയൊക്കെ. ഓക്കെ നീ പണി തണ്ട നിശ്ചയ. നീ പറയുന്ന ഒരു കാര്യം ഞാൻ എനിക്ക് ചെയ്തു തരും. അത്രയും പണി തരല്ലേ. ആലോചിക്കട്ടെ. കുഞ്ഞു പറയാൻ പറ. ഐപാഡിന് പെൻസിൽ മേടിച്ചത് അങ്ങനെയൊക്കെ പറ. അതിന്റെ ഐപാഡ് ഓക്കെ ഗൈസ് പണി അങ്ങനെ കഴിഞ്ഞേക്കുവാണ്.